ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു അടിപൊളി അച്ചാറിൻ്റെ രുചിക്കൂട്ടുമായിട്ടാണ് ഞാൻ വന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ കോവയ്ക്ക വെച്ചിട്ട്. അതിനായിട്ട് ഞാൻ ഇവിടെ ഏകദേശം ഒരു കിലോളം കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ റൗണ്ട് രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇനി കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ആദ്യം തന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് കോവയ്ക്ക ഇട്ട് കൊടുക്കുക. കോവയ്ക്ക ഇട്ട് കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇനി ഈ കോവയ്ക്ക ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂപ്പിക്കണം. അതിൻ്റെ ആ ഒരു പച്ച ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, അതൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ ഏകദേശം ഇതൊന്ന് മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി ഈ എണ്ണയിലോട്ട് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതും ഇതേപോലെ അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്ന വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ ഇതും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 4 സ്പൂണ് മുളക് പൊടി, അര സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂണോളം ഉലുവ പൊടിച്ചത്. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ്സോളം സുർക്ക കൂടി ഒഴിക്കണം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നേരത്തെ മാറ്റി വെച്ച ഇത് കൂടി ഇട്ട് കൊടുക്കാം.
ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരാഴ്ചയോളം വെച്ചിട്ട് മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോഴേ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വരത്തുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. എല്ലാവരും കോവയ്ക്ക കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ റെഡിയാക്കി എടുക്കണം. ഇനി നമുക്കിനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.